T20 ഫോർമാറ്റിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല. ഇല്ല. നമ്മൾ ആ ഫേസിൽ 20 ഓവർ കളിയാണുള്ളത്. അപ്പോൾ 20 ഓവർ എന്ന് വെച്ചാൽ ഓരോ ഓവർ മാച്ചിന്റെ 5%. ആ ഓരോ ഓവറിൽ നിങ്ങൾ കൺസിസ്റ്റൻസിക്ക് നോക്കി സ്വന്തം കളി എടുത്ത് സിംഗിളൊക്കെ എടുക്കാൻ നോക്കിയാൽ ആ ഫേസ് നിങ്ങൾ തോക്കും. അങ്ങനെ ഒരു ഞാൻ കൺസിസ്റ്റന്റ് ആയി നോക്കിയാൽ എന്റെ പ്ലെയർ വിചാരിക്കും എന്റെ ക്യാപ്റ്റൻ കൺസിസ്റ്റന്റ് ആണല്ലോ, അപ്പൊ ഞാൻ എന്തുകൊണ്ട് ആയിക്കൂടാ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ചിന്തിക്കണ 1-2 പേര് കാണും. അപ്പൊ ഈ 3 പേര് കൺസിസ്റ്റന്റ് ആയാല് പിന്നെ ടീമിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീം ഗെയിമാണ്. അപ്പോൾ ടീം ഗെയിം ആകുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്, നമ്മുടെ ഇന്റന്റ് ഉണ്ട്, നമ്മുടെ ഇന്റൻഷൻസ് ഭയങ്കര ക്ലിയർ ആവും. ക്രിക്കറ്റ് അറിഞ്ഞിട്ട് ആൾക്കാർ ക്രിക്കറ്റ് കാണുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും ഈ ആൾ കൺസിസ്റ്റൻസിക്ക് വേണ്ടി കളിക്കുകയാണോ, ആ റോള് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുകയാണോ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വിലയിരുത്തുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വന്തം ടീംമേറ്റ്സ് ആണ്. ആ ടീംമേറ്റ്സിന് നിങ്ങൾ ഏറ്റവും കൊടുക്കുന്ന മെസ്സേജ് സംസാരത്തിലൂടെയല്ല, ആക്ഷൻസിലൂടെയാണ്. അപ്പോൾ ആക്ഷൻസ് നടക്കുന്ന ഗ്രൗണ്ടിന്റെ അകത്താണ്. ആ ഗ്രൗണ്ടിന്റെ അകത്ത് നിങ്ങൾ ടീമിന് വേണ്ടി കറക്റ്റായിട്ട് ഇന്റൻഷനായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്യാപ്റ്റൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കമ്മ്യൂണിക്കേഷനാണ് ടീമിന്. അപ്പോൾ ടീം ഭയങ്കരമായിട്ട് യൂണൈറ്റ് ആവും. സഞ്ജു ഞങ്ങളുടെ ക്യാപ്റ്റൻ അങ്ങനെ കളിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കളിച്ചുകൂടാ? ആ ഒരു മെസ്സേജാണ് ഞാൻ പാസ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ക്യാപ്റ്റനായി കഴിഞ്ഞിട്ട്, ക്യാപ്റ്റനാവുന്നതിന് മുമ്പേ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു ടീം പ്ലെയറാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ മൈൽ സ്റ്റോൺസിനെ കാട്ടിയും ടീമിനെ ജയിപ്പിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹം. എല്ലാവരും പല പല രീതിയിലുള്ള പ്ലേയേഴ്സാണ്. എല്ലാവർക്കും ഞാൻ ഇപ്പോൾ സ്വന്തം റണ്ണിന് വേണ്ടി കളിക്കുന്ന ആൾ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ബ്രോ ആസ് എ ഡിഫറെന്റ് പേഴ്സൺ, ഞാൻ ഡിഫറെന്റ് പേഴ്സൺ ആണ്. എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലായിരിക്കും ബ്രോന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും അവൻ സെൽഫിഷ് ആണ്, സഞ്ജു സെൽഫിഷ് അല്ല, അങ്ങനല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ശരിയും തെറ്റും അറിയാം. അപ്പൊ അത് ഞാൻ ഭയങ്കര ക്ലാരിറ്റിയോടെയാണ് ഞാൻ എൻ്റെ കളി കാണുന്നത്. ഞാൻ ക്രിക്കറ്റിനെ ഞാൻ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഞാൻ തന്നെ പഠിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ആൾക്കാർ ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ മാച്ചിൽ ഇറങ്ങി ഫസ്റ്റ് ബോൾ 6 അടിക്കാൻ തോന്നുന്നു, ഞാൻ അടിക്കും. അതിപ്പോൾ ഔട്ടായാലും നാട്ടുകാർ കൂവിയാലും വീട്ടിൽ വന്ന് എന്താ കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന സംഭവം ജീവിതം മുഴുവൻ നിൽക്കത്തില്ല. ഇത് എനിക്ക് കുറച്ച് വർഷങ്ങളൂടെ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആൾക്കാർ കൺസിസ്റ്റൻസി അങ്ങനെ അവർക്ക് വേണ്ടി കളിച്ചാൽ എനിക്ക് വേണ്ടി കളിക്കണ്ടേ? അപ്പോൾ എനിക്ക് വേണ്ടിയാണ് കളിക്കണത്. ക്രിക്കറ്റും ലൈഫും ക്രിക്കറ്റും എല്ലാം ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരുള്ളൂ. കാരണം അത് ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്രിക്കറ്റ് ഞാൻ കളിക്കുന്നത് എനിക്ക് സ്വന്തം എൻ്റെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയാണ്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട്, ഞാൻ നല്ല പാടുപെട്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് തോന്നിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളൊരു സ്റ്റേജ് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. ഞാൻ അത് സന്തോഷമായിട്ട് ചെയ്യാറുണ്ട്. അടിപൊളി. അപ്പൊ ഈ സമയത്ത് ഇത്രയും ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണ്. ഈ ക്രൗഡിന് മുന്നിൽ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഗട്സ് വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഇത്രയും പ്രഷർ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഒന്ന് നമ്മള് കൊള്ളാമെന്നുള്ളൊരു ചിന്ത വേണം. പറയല്ല, നമ്മൾ ഇത്രയും വർഷം പാടുപെട്ട് നമ്മൾ കുറേ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രിക്കറ്റും സ്കില്ലും ടാലൻറ്റും, എന്നിട്ട് നമ്മൾ ഒരു സ്റ്റേജിൽ കളിക്കാൻ പോകുമ്പോഴും ഞാൻ ഇതിന് പറ്റിയ ഒരാളാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഏറ്റവും വലിയൊരു ഫാക്ടറാണ്.